നമസ്കാരം. പ്രധാന വാർത്തകൾ. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം. 7 പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. വെടിവെച്ച പ്രതി ഉൾപ്പെടെ 4 പേർ ഒളിവിൽ. ശനിയാഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലും അലനല്ലൂർ പാണ്ടിക്കാട് പ്രദേശങ്ങളിൽ വ്യാപക നാശം. കരുവാരകുണ്ടിൽ വിവിധയിടങ്ങളിൽ കൃഷികളും വീടുകളും നശിച്ചു. അലനല്ലൂരിൽ ആലപ്പറമ്പിൽ കേശവന്റെ വിളവെടുപ്പിന്റെ ഭാഗമായ 3000-ഓളം വാഴകളും നിലംപൊത്തി. മണ്ണാർക്കാട് നഗരസഭയുടെ വികസന സെമിനാറിൽ ഉയർന്നത് റോഡ്, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ. 4 വർഷത്തെ ഭരണത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ. വിശദമായ വാർത്തകളിലേക്ക്. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമഗ്ര രാഷ്ട്രീയ മുദ്രാവാക്യം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ തലച്ചോറുകളെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ എന്ന മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ്. അപകടകരമായ വർഗീയത, അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം ഗവൺമെന്റിന്റെ മുഖമുദ്രകൾ ഇതൊക്കെയാണ്. ആ മുഖമുദ്രകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യൻ വിദ്യാഭ്യാസ കേന്ദ്രത്തെയാണ്. കോവിഡിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സാമൂഹിക അകലവും സാനിറ്റൈസറും മുഖംമൂടികളുമായി ലോകം നിൽക്കുന്ന കാലത്ത് പരമോന്നത ജനാധിപത്യ കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ 2 സഭകൾ 1 മണിക്കൂർ പോലും ചർച്ച ചെയ്യാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചു. കോത്താരി കമ്മീഷൻ മുതൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ നയസമീപനങ്ങളെ സമ്പൂർണമായി തകർത്തുകൊണ്ട് യുക്തിബോധത്തിന്റെ ശാസ്ത്രീയതയുടെ അവസാനത്തെ അണുപോലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് കേവലം ജോലി ലഭ്യമാക്കേണ്ട ഉപകരണങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലധിഷ്ഠിതം എന്ന മുഖംമൂടിയോടെ തെറ്റായ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം. ഇന്ത്യയിലെ ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ 46ാം സംസ്ഥാന സമ്മേളനം മെയ് 8-9 തീയതികളിലായാണ് പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. OK സൈദലവി അധ്യക്ഷനായി. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ, സംസ്ഥാന സെക്രട്ടറി P കബീർ, ജില്ലാ സെക്രട്ടറി സിനാഫ്, ജിസ്മോൻ, KP സുരേഷ് രാജ്, മുഹമ്മദ് മുഹസിൻ MLA, സുമലത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 7 പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. വെടിവെപ്പ് സമയത്തുൾപ്പെടെ സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത 7 പേരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത്. അതേസമയം വെടിവെച്ച പ്രതി ഉൾപ്പെടെ 4 പേർ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് കൊറത്തിത്തൊടിയിൽ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘർഷം അരങ്ങേറിയത്. ആദ്യം കയ്യാങ്കളിയിലും പിന്നീട് കല്ലേറിലും നടന്ന സംഘർഷം എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലാണ് കലാശിച്ചത്. വെടിയേറ്റ ചെമ്പ്രശ്ശേരി ലുക്മാൻ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ, ആനക്കോട്ടിൽ വിജു, തോട്ടുങ്ങൽ അരുൺ പ്രസാദ്, ചുള്ളിക്കുളവൻ ഷംനാൻ, മാനീരിപ്പറമ്പൻ ബൈജു, കാരക്കോടൻ സനൂപ്, ആനക്കോട്ടിൽ സുമിത് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ആഴ്ച മുൻപ് പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പൂരാഘോഷത്തിൽ കൊടശ്ശേരിക്കാരും ചെമ്പ്രശ്ശേരി ഈസ്റ്റുകാരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊറത്തിത്തൊടിയിൽ അരങ്ങേറിയത്. എയർഗൺ ഉപയോഗിച്ച പ്രതി ഉൾപ്പെടെ 4 പേർ ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശൻ, ASI ഉണ്ണികൃഷ്ണൻ, ഉദ്യോഗസ്ഥരായ ഷമീർ, രജീഷ്, അനിത, സജീർ, റാഷിദ്, ഷാജഹാൻ, ഷൈജു, ശശികുമാർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ ചളവ, താണിക്കുന്ന് പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് നാശം വിതയ്ക്കുന്നു. ഈ ആഴ്ച 2 ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴകൃഷി നശിച്ചു. മരങ്ങൾ പൊട്ടിവീണ് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ പ്രദേശത്ത് സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വേനൽ മഴയ്ക്കൊപ്പമുള്ള കാറ്റ് ചളവ, താണിക്കുന്ന് മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഉണ്ടായ മഴയിലും കനത്ത കാറ്റിലും അത്രയേറെ നാശനഷ്ടമാണ് സംഭവിച്ചത്. സുന്ദരത്ത് വിദ്യാനാഥൻ, കൊടക്കാടൻ സലീം, സഹോദരൻ ഫിറോസ്, ചെറുതല ശ്രീധരൻ, ഗംഗ, ഉവാട്ടിൽ വേലുക്കുട്ടി, പള്ളിയാലിൽ വിജയൻ എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു. ഭീതികരമായ സാഹചര്യമായിരുന്നു ഉണ്ടായതെന്ന് സുന്ദരത്ത് സുജാത പറഞ്ഞു. ആദ്യം മഴ പെയ്തപ്പോൾ മഴ അല്ലേ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു. ഭയങ്കര കാറ്റായിരുന്നു. മരങ്ങളൊക്കെ ഇങ്ങോട്ട് ഉളഞ്ചി വന്ന് കുട്ടികളെയും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ പോയി കെട്ടിപ്പിടിച്ചാണ്ടിരുന്നു. കുട്ടികളെ മേലേക്ക് പ്ലാവ് ഇങ്ങോട്ട് പൊട്ടിച്ചാടിയോടുകൂടെ ചക്കയൊക്കെ വീണ് കുട്ടിയുടെ കയ്യിൽ തട്ടി കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. വീട് മൊത്തം പൊളിഞ്ഞു. ആ റൂം മൊത്തം പൊളിഞ്ഞു. പിന്നെ നടുവിലെ റൂമുണ്ടായിരുന്നു, അതും പൊളിഞ്ഞു. TV-യുടെ മുകളിൽ കൂടെയൊക്കെ വീണ് TV ഒക്കെ കേടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ അടുക്കളയുടെ ഭാഗത്തെ ഷീറ്റൊക്കെ പോയി. മൊത്തം ഒരു 10-15 ഷീറ്റ് പോയിട്ടുണ്ടാവും. വീടുകൾക്ക് സമീപത്തുള്ള കിണറുകൾക്കും ചായ്പുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആലപ്പറമ്പിൽ കേശവന്റെ വിളവെടുപ്പിന് ഭാഗമായ 3000-ഓളം വാഴകളും നിലംപൊത്തി. ഇദ്ദേഹം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ നാട്ടുപൂവൻ, നേന്ത്രവാഴ എന്നിവയാണ് നശിച്ചത്. 9 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകൻ പറഞ്ഞു. കേശവന് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് കർഷക സംഘം എടത്തനാട്ടുകര വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ കുഴിഞ്ഞുപോക്കിൽ ആവശ്യപ്പെട്ടു. ഇയാൾ ഇതിൽ വെട്ടാനായതും കൊലച്ചു നിൽക്കുന്നതായിട്ടുള്ള വാഴകളാണ് എല്ലാം പോയിട്ടിരിക്കുന്നത്. ഇത് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ഇയാൾ കൃഷി ചെയ്താണ്. ഇതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അധികൃതർ അതിനുള്ള മേൽനടപടി സ്വീകരിച്ച് തക്കതായ ഒരു ഇത് ചെയ്തു കൊടുക്കണം. ഇത് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ കർഷകരെ എങ്ങനെ കൃഷിയിലേക്ക് എത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ല. മരം വീണ് കുഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ, പടിക്കപ്പാടം അലി എന്നിവരുടെ കോഴിഫാമും പൂർണ്ണമായി തകർന്നു. നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, ഗ്രാമപഞ്ചായത്ത് അംഗം പി രഞ്ജിത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൽ സലീം പാറോക്കോട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അടിയന്തരമായി സഹായങ്ങൾ നൽകുമെന്ന് പ്രസിഡന്റ് സജന സത്താർ അറിയിച്ചു. ഒട്ടനവധി കൃഷിസ്ഥലങ്ങൾ, വീടുകൾ ഉൾപ്പെടെ വ്യാപകമായ നാശമാണ് ഈ പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ വന്ന് പരിശോധിക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി നാച്ചുറൽ കലാമിറ്റിയിൽ നിന്ന് ലഭിക്കാവുന്ന മുഴുവൻ ഫണ്ടുകളും ഉപയോഗിച്ച് ഇവർക്കുള്ള അടിയന്തര സഹായങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന് ഈ ഒരു വേളയിൽ ഉറപ്പ് നൽകുകയാണ്. പ്രദേശത്തെ റോഡുകൾക്ക് കുറുകെ മരങ്ങളും വൈദ്യുതി തൂണുകളും തകർന്നു വീണിട്ടുണ്ട്. റബ്ബർ, തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾക്കും വ്യാപക നാശമുണ്ടായി. വലിയ നാശമാണ് ഉണ്ടായത്.
എല്ലാം പഴയപടിയാക്കാനുള്ള ശ്രമത്തിലാണ് ആളുകളെന്ന് പൊതുപ്രവർത്തകനായ പ്രജീഷ് പൂളയ്ക്കൽ പറഞ്ഞു. നിരവധി വീടുകൾ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, പിന്നെ പൊതുയിടങ്ങൾ, പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ, നിരവധി മരങ്ങൾ, റോഡുകളെല്ലാം ബ്ലോക്കായി കിടക്കുക. മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഭീകരാന്തരീക്ഷം, ഒരു ചൂരൽമല പിന്നെ പോലത്തെ ഒരു വലിയൊരു ഭീകരപരമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന വീടിൻ്റെ ബാക്കിൽ ആ വീട് ഏകദേശം ഭാഗികമല്ല പൂർണ്ണമായും തകർന്ന പോലെയാണ്. ഇപ്പം അത് നേരാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. സുന്ദരത്ത് സുഭദ്ര, ചോലശ്ശേരി, അസ്മാബി എന്നിവരുടെ വീടുകൾ തിങ്കളാഴ്ച മരം വീണ് ഭാഗികമായി തകർന്നിരുന്നു. വ്യാപക നാശം വിധിച്ചെങ്കിലും ആർക്കും പരിക്കില്ലാത്തത് ആശ്വാസമാണ്. മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കരുവാരുകുണ്ട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. വട്ടമലയിൽ 7000 വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ചുള്ളിയോട്, കക്കറ എന്നിവിടങ്ങളിൽ വ്യാപക കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 6ഓടെയാണ് കരുവാരുകുണ്ടിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് ആഞ്ഞുവീശിയത്. വട്ടമലയിൽ കൊപ്പൻ അൻഷിഫിന്റെ 7000 വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 36 വാഴകളാണ് നശിച്ചത്. 35 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. വട്ടമലയിലെ തന്നെ കോട്ടയിൽ കൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി. ഇതോടെ വീട് തീർത്തും വാസയോഗ്യമല്ലാതെയായി. ചുള്ളിയോട്ടിലെ കാപ്പിൽ ബഷീറിന്റെ 45ഓളം ജാതിമരങ്ങൾ കാറ്റിൽ നിലംപൊത്തി. പ്ലാവ്, തെങ്ങ് തുടങ്ങിയ മരങ്ങൾ കടപുഴകി വീണ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുവളപ്പിലെ കോഴിഫാമും തകർന്നു. ഇന്നലെ രാത്രി ഒരു 6:30 സമയത്ത് പിന്നെ വ്യാപകമായ കാറ്റടിച്ച് ഒരു 10-40 ജാതിയും പിന്നെ കവുങ്ങ്, തെങ്ങ്, പിന്നെ ബാക്കിയുള്ള പടുമരങ്ങളെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഈ ഷെഡ് പോയിട്ടുണ്ട്. അതേമാതിരി പോയി ഫാമിൻ്റെ മേലെ കൂടി രണ്ട് പിന്നെ ഫാമിൻ്റെ മുകളിൽ കൂടി പോയിട്ടുണ്ട്. ജാതി മരം മുകളിലിട്ടുണ്ട്. അങ്ങനെ കണ്ടമാനം നഷ്ടങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൃഷി ഭവന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്തു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. പുൽവെട്ട, കരിങ്കന്തോണി, കക്കറ എന്നീ മേഖലകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മരങ്ങൾ വീണ് നിരവധി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. സമഗ്ര വികസനം ലക്ഷ്യമാക്കി മണ്ണാർക്കാട് നഗരസഭയുടെ വികസന സെമിനാർ. റോഡ്, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹാപ്പിനെസ് പാർക്കുകൾ തുടങ്ങി വിവിധ വികസന നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ ഉയർന്നത്. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തെ ഭരണത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും സ്വപ്ന പദ്ധതികളായ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ് കം ടൗൺ ഹാൾ എന്നിവ നടപ്പാക്കാനായില്ലെന്നും ബഷീർ പറഞ്ഞു. സ്ഥലപരിമിതിയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തടസ്സമായത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് 16 കോടി രൂപ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് വായ്പ നൽകാൻ സന്നദ്ധമായെങ്കിലും അവസാന നിമിഷം വായ്പ നൽകുന്നതിൽ നിന്ന് ബാങ്ക് പിന്മാറി. മുക്കണ്ണത്തെ വെൽനസ് സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ 30 ലക്ഷവും കുന്തിപ്പുഴ ഹാപ്പിനെസ് പാർക്ക് പൂർത്തിയാക്കാൻ 60 ലക്ഷവും നീക്കിവെച്ചു. ഗ്യാസ് ക്രമറ്റോറിയം നിർമ്മാണത്തിന് 1 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കൃത്യമായിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും സമയബന്ധിതമായി അത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയും അതുപോലെ തന്നെ വലിയ എഫേർട്ടും എടുത്തിട്ട് കൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെയെങ്കിലും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇവിടെ മണ്ണാർക്കാട് നഗരസഭയിൽ മുൻ ഭരണസമിതി കൊടുത്ത 700 ചില്ലാനം വീടുകളിലെ ആളുകളുടെ ആ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംഖ്യ ബാക്കി കൊടുക്കാനുള്ളത് തീർത്ത് കൊടുത്തുകൊണ്ടാണ് നഗരസഭ തുടക്കം കുറിച്ചത്. ഓരോ ഭരണസമിതിയും തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക അടുത്ത ഭരണസമിതിയായിരിക്കും. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഹഡ്കോയിൽ നിന്ന് 3 കോടി രൂപയോളം ലോൺ എടുത്തുകൊണ്ട് ആ മുഴുവൻ ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷവും ഞങ്ങൾ ബാക്കിയുള്ള DPRൽ 204 ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള കൗൺസിൽ തീരുമാനവും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഉപാധ്യക്ഷ കെ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സലകുമാരി, പി മാസിദ സത്താർ, കൗൺസിലർമാരായ കെ മൻസൂർ, അരുൺകുമാർ പാലകുർശി, ഷമീർ വേളക്കാടൻ, സെക്രട്ടറി എം സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കളക്ടർ മുന്നിൽ നിന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷനും പരിസരവും ക്ലീനായി.
നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. മലപ്പുറം സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ ജില്ലാ കളക്ടർ VR വിനോദ് മുന്നിട്ടിറങ്ങി. അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിന് എത്തിയത്. ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു. നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്താനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കളക്ടർ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവനക്കാർ ഓഫീസുകളും സിവിൽ സ്റ്റേഷന്റെ പരിസരവും വൃത്തിയാക്കി. ഹരിതകർമ്മസേന, നഗരസഭ, ട്രോമ കെയർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. മണ്ണാർക്കാട് നഗരസഭയുടെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങൾക്കുള്ള ലാപ്ടോപ്പ്, ഫർണിച്ചറുകൾ, പ്രിന്റർ തുടങ്ങിയവ വിതരണം ചെയ്തു. ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കുള്ള കമ്പ്യൂട്ടറുകളും നൽകി. മണ്ണാർക്കാട് GMUP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണം മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. സ്വകാര്യ വിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മണ്ണാർക്കാട്ടെ പൊതുവിദ്യാലയങ്ങളിലും ഒരുക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ പറഞ്ഞു. 5 സ്കൂളുകളെയും വലിയ രീതിയിലുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ മണ്ണാർക്കാട് നഗരസഭ വിഭാവനം ചെയ്യുന്നു. നമുക്ക് അറിയാം, മറ്റുള്ള സ്വകാര്യ സ്കൂളുകളിലുള്ള ഭൗതിക സൗകര്യങ്ങൾ നമ്മുടെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഒരു നല്ല ഇതുപോലുള്ള പരിപാടികൾ നടക്കാനുള്ള ഒരു ഹാള്, നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഹാള് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണം നടക്കുന്ന ഈ ഹാള് നല്ല രീതിയിൽ മനോഹരമായി ഇത് സെറ്റ് ചെയ്യുകയും അതിനുള്ള സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ ഏറ്റവും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ, വൈസ് ചെയർപേഴ്സൺ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, AO അബൂബക്കർ, കൗൺസിലർമാർ, ഹെഡ് മാസ്റ്റർ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട്ടെ ഹൈസ്കൂളുകളായ MESHS, DHS, KTMHS എന്നീ സ്കൂളുകൾക്ക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിനായി 3 ലക്ഷം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭയിലെ LP, UP വിദ്യാലയങ്ങൾക്കുള്ള കമ്പ്യൂട്ടറുകളും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. മൺലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന റാപ്പ് മ്യൂസിക് ഇവന്റിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. മന്ത്രി V. അബ്ദുറഹ്മാൻ ടിക്കറ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ആനമങ്ങാട് മൺലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിനാണ് മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. ഏവരുടെയും ഹരമായി മാറിയ റാപ്പർ വേടനും ജാസി ഗിഫ്റ്റും അണിനിരക്കുന്ന റാപ്പ് മ്യൂസിക് മെഗാ ഇവന്റ് ഏപ്രിൽ 19 വൈകിട്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറും. റാപ്പ് മ്യൂസിക് ഇവന്റിന്റെ ഓൺലൈൻ ടിക്കറ്റ് വിതരണം കായികമന്ത്രി V. അബ്ദുറഹ്മാൻ ലതിക സതീഷിന് നൽകി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ തിരൂരിലെ വസതിയിലാണ് ചടങ്ങ് നടന്നത്. ഓഫ്ലൈൻ ടിക്കറ്റുകളുടെ വിതരണം XTS ഇന്ത്യ ഡയറക്ടർ പ്രവീൺ പത്മന് നൽകി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന രോഗികളെയും മറ്റു ആളുകളെയും എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മലബാർ റാപ്പ് എന്ന പേരിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലാണ്. കേവലം 15,000 അംഗങ്ങൾക്ക് പങ്കെടുക്കാവുന്നത് കൊണ്ട് വളരെ ചുരുക്കം ടിക്കറ്റുകൾ മാത്രമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ലോഞ്ചിങ്ങാണ് ഇന്ന് ഇവിടെ ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാണികളെത്തുന്ന ഏറ്റവും വലിയ റാപ്പ് മ്യൂസിക് നൈറ്റിനാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം വേദിയാവുന്നത്. മെറ്റാലിക്ക ക്ലബിന്റെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ്
മെറ്റാലിക്ക ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് മെഗാ ഇവന്റ് ഒരുക്കുന്നത്. വേടനാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു തരംഗമായിട്ടുള്ള ഒരു റാപ്പറാണ്. പിന്നെ കഴിഞ്ഞുപോയ ജനറേഷൻ്റെ ഇപ്പോൾ അതേപോലെ തന്നെ ഉള്ളത് ജാസി ഗിഫ്റ്റും നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ ഏപ്രിൽ 19 നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ആളുകളും എത്തിയിട്ട് നമ്മളെ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് പറയുകയാണ്. വേടൻ എന്നുള്ള യങ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു റാപ്പറാണ് വരുന്നത്. സോ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മണലായിലത്തെ 2 ഓർഗനൈസേഷൻസ്, അതായത് മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പിന്നെ അതിൻ്റെ കൂടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള 2 സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഒരു ഫണ്ട് റേസിങ് ഈവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യണത്. കുറേ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം കുറേ ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MP മജീദ്, കൺവീനർ AV ജോൺസൺ, ട്രഷറർ PT സൈനുദ്ദീൻ, TP മോഹൻദാസ്, PP ചന്ദ്രശേഖരൻ, P ഗോവിന്ദപ്രസാദ്, മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് P സാദിഖ്, സെക്രട്ടറി EP ഹരികൃഷ്ണൻ തുടങ്ങിയവർ ടിക്കറ്റ് ബുക്കിംഗ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. റാപ്പ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ വഴി പ്രവേശന ടിക്കറ്റുകൾ ലഭ്യമാക്കും. കോഴിക്കോട് ടിക്കർ ഇവന്റ്സ് ആണ് ഓൺലൈൻ ടിക്കറ്റ് വിതരണം കൈകാര്യം ചെയ്യുന്നത്. ആളുകൾക്ക് വളരെ സുഖമായിട്ട് തന്നെ ഓൺലൈനിലൂടെ ടിക്കറ്റ്സ് എടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. UPI, ഗൂഗിൾ പേ ഏത് മോഡൽ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ടിക്കറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എത്ര ആൾക്കാർ വേണമെങ്കിലും ഒരുമിച്ച് ടിക്കറ്റ് എടുത്താലും ഒരുമിച്ച് വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സെർവറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. തിരുവേഗപ്പുറ കൈപ്പുറത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ 72-കാരൻ ഇബ്രാഹിമാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഇബ്രാഹിമിനെ കൊപ്പം ഭാഗത്ത് നിന്ന് മെറ്റൽ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇബ്രാഹിമിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തലമുറ സംഗമം ആഘോഷിച്ചു. പരിപാടി പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ കുടുംബശ്രീ CDS അംഗങ്ങൾ, വയോജന അയൽക്കൂട്ടം അംഗങ്ങൾ, ഓക്സിലറി അംഗങ്ങൾ തുടങ്ങി 100ഓളം ആളുകൾ പങ്കാളികളായി. ഇത്തരം കാര്യങ്ങളിൽ അനുഭവ സമ്പത്തിന്റെ കുറവ് ഏത് മേഖലയായിക്കോട്ടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ട് ഒരു വിഷയത്തെ മാത്രം അഡ്രസ് ചെയ്തിട്ടില്ല. കുടുംബജീവിതമായിക്കോട്ടെ അതുപോലെ തന്നെ സമൂഹത്തിലെ ഏത് മേഖലയായിക്കോട്ടെ അതിലൊക്കെയുള്ള അനുഭവ സമ്പത്തിന്റെ കുറവ് ഉണ്ടാകും എന്നതാണ്. അപ്പോൾ അത് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടും അതിനെ ഉൾക്കൊണ്ടും ആണ് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള വലിയ കാഴ്ചപ്പാടിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് പറയുകയാണ്. CDS ചെയർപേഴ്സൺ സലീന അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ ഹേമ വിഷയാവതരണവും ലഹരി നിർമ്മാർജ്ജനത്തെ പറ്റിയും ക്ലാസ് എടുത്തു. ട്രാൻസ്ഫറായി പോകുന്നവർക്ക് CDS ഭരണസമിതിയുടെ ആദരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് നൽകി. CDS അക്കൗണ്ടന്റ്, CDS RPമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ആശയവിനിമയവും അഭിപ്രായ പ്രകടനങ്ങളും കലാപരിപാടികളും സംഗമത്തിന് നിറമേകി. പരിപാടിയിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ്, മരുന്ന് വിതരണം എന്നിവയും നടത്തി. ഡോക്ടർ ഷെറിൻ C മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. നോമ്പുതുറയോടുകൂടി അവസാനിപ്പിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഇഫ്താർ വിരുന്നിനോടനുബന്ധിച്ച് നടന്ന ലഹരി വിരുദ്ധ സദസ്സ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂല്യബോധമുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു ലഹരി മാഫിയയ്ക്കും കടന്നുവരാനാകില്ലെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഷംസുദ്ദീൻ MLA പറഞ്ഞു. നിങ്ങളുമൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിച്ച കുറേ നല്ല മൂല്യങ്ങളുണ്ട്. ഉമ്മയോടും ബാപ്പയോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള സ്നേഹം, കുട്ടികളോടുള്ള കാരുണ്യം, ഇങ്ങനെ എല്ലാ മതസമൂഹങ്ങളും പുലർത്തി വന്ന വിവിധ മതജനവിഭാഗങ്ങൾക്കിടയിൽ നമ്മൾ പുലർത്തി പോന്ന
മലയാളത്തിൻ്റെ മനോഹരമായ സൗഹൃദങ്ങളുണ്ട്, നല്ല പൈതൃകങ്ങളുണ്ട്, അതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. അപ്പം ആ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചുപിടിക്കണം. ആ മൂല്യബോധമുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു ലഹരി മാഫിയക്കും കടന്നു വരാൻ കഴിയില്ല. മണ്ണാർക്കാട് ഫായ്ദ ടവറിൽ സംഘടിപ്പിച്ച സദസ്സിൽ ലഹരി വിരുദ്ധ സംഘടനയായ ചെയർമാൻ ഡോക്ടർ കെ എ കമ്മാപ്പ മുഖ്യപ്രഭാഷണം നടത്തി. തൽക്കാലം നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം. നമ്മൾ പ്രളയം വന്നപ്പോൾ മാറ്റിവെച്ചു, കൊറോണ വന്നപ്പോൾ മാറ്റിവെച്ചു, മതവും ജാതിയൊക്കെ നമ്മൾ മാറ്റിവെച്ചു, നമ്മൾ ഫൈറ്റ് ചെയ്തു, നമ്മൾ നേടി. അതേപോലെ ഈ ഒരു സംഗതിയെ തുരത്താൻ നമ്മൾ യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചേ മതിയോ. ഒപ്പം നമുക്ക് ധൈര്യം കൊടുക്കും. നമ്മൾ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനല്ലേ പിടിക്കപ്പെടും. പോലീസുകാരൊന്നും മുഴുവൻ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. കുറച്ചൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ വരകയിലുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ നമുക്ക് ഫോൾട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് പേടി എന്നുള്ള ആ പേടി മാറ്റാൻ നിങ്ങളെപ്പോലുള്ള യുവജന സംഘടനകൾക്ക് കഴിയും. അത് കഴിയണം. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, സേവ് ചെയർമാൻ ഫിറോസ് ബാബു, ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ അരുൺകുമാർ പാലകുർശി, SKSSF ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട്, SSF ഡിവിഷൻ സെക്രട്ടറി നവാസ് സക്കാഫി, ISM പ്രസിഡന്റ് നബീൽ, ഷെഫീഖ്, അൻവർ പുലപ്പറ്റ, ജിത്തു, അഹമ്മദ് കല്ലടി എന്നിവർ പ്രസംഗിച്ചു. ചെറിയ പെരുന്നാൾ അടുത്തതോടെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങൾ സജീവമായി. പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രമുഖ വസ്ത്രാലയമായ ചമയത്തിൽ വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റമദാൻ മാസം അവസാന 10ലേക്ക് കടന്നു. ഇനി ചെറിയ പെരുന്നാൾ വൈകാതെ വന്നെത്തും. ആയതിനാൽ പെരുന്നാളിനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഏവരും. പെരുന്നാളിന് മുന്നോടിയായി ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും. പെരുന്നാൾ ദിവസം അടുത്തതോടെ ടെക്സ്റ്റൈൽസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും പെരിന്തൽമണ്ണയിൽ മുൻനിരയിലുമുള്ള ഏറ്റവും മികച്ച വസ്ത്രാലയമാണ് ചമയം. കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യമായ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളാണ് ചമയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ചമയത്തിനെ സംബന്ധിച്ചിടത്തോളം 40ാമത്തെ കൊല്ലം പെരിന്തൽമണ്ണയിൽ കച്ചവടം തുടങ്ങിയിട്ട് അതിൻ്റെ അനുഭവഫലം അറിയുന്ന കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ തുടക്കത്തിൽ ഉള്ള ഇതിൽ നിന്നും മാറി ഇപ്പോൾ 40ാം കൊല്ലം ആഘോഷിക്കുന്ന ഈ ടൈമിലും അതാത് ടൈമിലെ ട്രെൻഡുകൾ ഇറക്കുക എന്നുള്ളതാണ് ചമയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അന്ന് വന്നിരുന്ന അതേ കസ്റ്റമറും അവരെ മക്കളും മക്കളുടെ മക്കളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കാലത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ നൽകുന്നു എന്ന് മാത്രമല്ല, മിതമായ വിലയിൽ ഉത്തരവാദപ്പെട്ട ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. സമയത്തിന്റെ 4 നിലകളിലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ വലിയ തിരക്കാണ്. ഗുണമേന്മയും സെലക്ഷനും വില കുറവും നോക്കി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ അർപ്പിച്ച വിശ്വാസമാണ് ചമയത്തെ 4 പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് നയിക്കുന്നത്. എപ്പോഴും വരുന്നവരെ അറിയാം, ആദ്യത്തെ ഫസ്റ്റ് ചോയ്സാണ് ചമയം. ഇത്തവണയും കുഴപ്പമില്ല, നമ്മൾ വന്ന സാധനങ്ങൾ കിട്ടി, പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്, ഹാപ്പിയാണ്. രാവിലെ മുതൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണ്. നോമ്പ് തുറന്ന ശേഷം രാത്രിയിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നോമ്പ് ആദ്യം മുതൽ തന്നെ കുറേശ്ശെ ആദ്യത്തെ വളരെ കുറവാണ്, പിന്നെ ഒരു 5-10 ആകുമ്പോഴത്തേക്ക് കൂടി വരും. പിന്നെ അത് ശനി ഞായർ പോലത്തെ ദിവസങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കിലാണ് സാധാരണ ഉണ്ടാവാറ്. മുമ്പും അങ്ങനെ തന്നെ, കൊല്ലവും അതേ രൂപത്തിൽ തന്നെയാണ്. പെരുന്നാൾ വരെ ഇനി തിരക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള എടത്തനാട്ടുകര കൊടിയംകുന്നിലെ വനിതാ വ്യവസായ കോംപ്ലക്സ് ഒഴിഞ്ഞുകിടക്കുന്നു. പരിപാലനം ഇല്ലാത്തതിനാൽ കെട്ടിടം കാടുമൂടി. വിവിധ കാര്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട്
പ്രദേശത്തെ പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഒന്നിനും നടപടിയായില്ല. 2012 നിർമ്മാണം തുടങ്ങി 2015 ഉദ്ഘാടനം ചെയ്തതാണ് എടത്തനാട്ടുകര കൊടിയൻകുന്നിലെ വ്യവസായ കോംപ്ലക്സ്. 2018 പ്രളയത്തിൽ പൊൻപാറ ഉപ്പുകുളം ആദിവാസി കോളനിയിലെ 19 കുടുംബങ്ങളെ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കൈരളിപ്പടിയിൽ വീട് നിർമ്മിച്ചതോടെ 2021 ഇവർ അവിടേക്ക് താമസം മാറി. തുടർന്ന് കെട്ടിടത്തിൽ ആളനക്കം ഇല്ലാതായതോടെ കെട്ടിടം കാണാൻ കഴിയാത്തത്രയും വലുപ്പത്തിൽ ചുറ്റും കാടുമൂടി. ഷട്ടറുകളിലും ചുമരുകളിലും വള്ളിപ്പടർപ്പുകൾ കയറിയിട്ടുണ്ട്. വിവിധ കാര്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിരുന്നെങ്കിലും ഒന്നിനും നടപടിയാകുന്നില്ല. കുടുംബശ്രീ, SC/ST വിഭാഗം, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകാൻ ഏകദേശം 1 വർഷം മുന്നേ അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഒരാൾ 2 മുറിക്കായി അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ആയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ദേശം ഒറ്റത്തവണ പോലും നടന്നിട്ടില്ല. ഷൊർണൂർ നിയോജക മണ്ഡലം ഖത്തർ KMCC ഇഹ്സാൻ 2025 റിലീഫ് വിതരണവും പ്രവർത്തക സംഗമവും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ച റിലീഫ് വിതരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം റിലീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ റിലീഫിന്റെ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വലിയങ്ങാടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖിതങ്ങൾ എന്ന അന്നത്തെ ലോകോത്തര മുതലാളി അന്ന് യൂസ്ഫലി ഇല്ല, അന്ന് ആസാദ് മൂപ്പരൊന്നുമില്ല, അന്ന് കല്ലറ അബ്ബാസാജി, അതുപോലെ തന്നെ കുഞ്ഞാലൂർ സാഹിബിന്റെ അമ്മൂസൻ, പിന്നെ മമ്മൂജി, അങ്ങനെയുള്ള അറിയപ്പെടുന്ന നീലാംബര വരക്കാരാജി ഒക്കെ പോലെയുള്ള വലിയ ആളുകളാണ് അന്നത്തെ പ്രഭുക്കളാണ്. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങൾ ലോഹർ നിസ്കാരം കഴിഞ്ഞാലും അസ്ർ നിസ്കാരം കഴിഞ്ഞാലും ഒരു വലിയ സുന്നത്തിലൊക്കെ വല്ലാതെ ഇത് ശ്രദ്ധിച്ചിരുന്ന ആളാണ്. മൂപ്പര് സലാം വീട്ടി ഉടനെ അഴുതുങ്കരയിൽ വന്നിട്ട്, വലിയങ്ങാടിയിലെ പള്ളിയിലെ അഴുതുങ്കരയിൽ വന്നിട്ട് തലീകെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ തുപ്പി എടുത്തിട്ട് തല മറക്കാതിരിക്കില്ല. ബഹുമാനപ്പെട്ട വാഫഖി തങ്ങൾ തല മറക്കാത്തതായി ഒരു സമയത്തും ആരും കണ്ടിട്ടില്ല. KMCC മണ്ഡലം ജനറൽ സെക്രട്ടറി അനസ് യമാനി അധ്യക്ഷത വഹിച്ചു. ചികിത്സാ ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ ധനസഹായ വിതരണോദ്ഘാടനം നിയോജക മണ്ഡലം പ്രസിഡന്റ് P. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ബഷീർ, രായൻ കീശേരി, ഇക്ബാൽ ദുറാനി, മക്ബൂൽ തച്ചോത്ത്, ഹസൈനാർ മാരായമംഗലം, വാപ്പുട്ടി, സി എ ബക്കർ, സൽമാൻ കൂടമംഗലം, മുഹസിൻ ചളവറ എന്നിവർ പ്രസംഗിച്ചു. KMCCയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രാദേശികമായി അവർക്ക് അറിയുന്ന ആളുകളെ ഒക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് അവർ അയച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കമ്മിറ്റികൾ നേരിട്ട് സെലക്ട് ചെയ്യാവുന്ന തരത്തിൽ അവരെ ആളുകളെ തിരഞ്ഞെടുക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ഖത്തർ KMCC ഇന്ന് ഇവിടെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ തവണ കുറച്ച് ഫണ്ടൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ മുഹമ്മദ് മുസ്തഫ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം V. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി E. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെന്റർ അംഗം C. ദിവാകരൻ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം K. ശ്യാംപ്രസാദ്, P. ഗോവിന്ദപ്രസാദ്, MM മുസ്തഫ എന്നിവർ സംസാരിച്ചു. നമ്മൾ വികസന പദ്ധതികളുമായി പോകുന്നു, ക്ഷേമ പദ്ധതികളുമായി പോകുന്നു, പദ്ധതികളൊക്കെ നടപ്പാക്കുന്നു. ഒരുവിധ പത്രപ്രചരണങ്ങളുടെയും മാധ്യമ പ്രചരണങ്ങളുടെയും മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുന്നില്ല. അതിന് നമ്മൾ കൗണ്ടർ ചെയ്യുന്നു. നമ്മളെ തോൽപ്പിക്കാൻ ഒരു വഴി കിട്ടുന്നില്ല.
അപ്പോൾ അതാ പുതിയ വഴി ആരംഭിച്ചിരിക്കുന്നു. അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞു. അതെന്താ? ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം തന്നെ എടുത്ത് ഇടതുപക്ഷത്തിനെതിരായി. വിനീഷ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയും ശ്രീകൃഷ്ണപുരം EMS പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. EMS പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബി രാജേഷ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സെക്രട്ടറി സി സുജിത്ത്, PR സന്ദീപ്, PK ഗംഗാധരൻ മാസ്റ്റർ, O മോഹൻദാസ് മാസ്റ്റർ, ടി വാസുദേവൻ, M മോഹനൻ, സി ശരത്, കൃഷ്ണചന്ദ്രൻ, പി സുഭദ്ര, ഹെൽത്ത് ഇൻസ്പെക്ടർ VK വിനോദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം. 7 പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. വെടിവെച്ച പ്രതി ഉൾപ്പെടെ 4 പേർ ഒളിവിൽ. ശനിയാഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലും അലനല്ലൂർ പാണ്ടിക്കാട് പ്രദേശങ്ങളിൽ വ്യാപക നാശം. കരുവാരകുണ്ടിൽ വിവിധയിടങ്ങളിൽ കൃഷികളും വീടുകളും നശിച്ചു. അലനല്ലൂരിൽ ആലപ്പറമ്പിൽ കേശവന്റെ വിളവെടുപ്പിന്റെ ഭാഗമായ 3000-ഓളം വാഴകളും നിലംപൊത്തി. മണ്ണാർക്കാട് നഗരസഭയുടെ വികസന സെമിനാറിൽ ഉയർന്നത് റോഡ്, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ. 4 വർഷത്തെ ഭരണത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.